Good morning, my dear students. Welcome to my career guidance topics. ഇന്ന് നമുക്ക് ഹ്യൂമാനിറ്റീസ് വിഷയത്തിന്റെ അവസരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാം. നമുക്കറിയാം, ഓപ്പർച്യൂണിറ്റി നെവർ നോക്സ് ട്വൈസ്. You have to identify the opportunity at the very beginning. അവസരങ്ങളെ നേരത്തെ കണ്ടെത്തുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. തീർച്ചയായും അത് കണ്ടെത്തി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല വിജയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഹ്യൂമാനിറ്റീസ് എന്നത് മാനവിക വിഷയങ്ങളാണ്. ഒട്ടനവധി വിഷയങ്ങളുടെ കോമ്പിനേഷനാണ് ശരിക്കും ഹ്യൂമാനിറ്റീസ്. ചെറിയ ക്ലാസ്സുകളിൽ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ച് പിന്നീട് ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു വലിയ ശാഖയാണ് ഹ്യൂമാനിറ്റീസ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അവസരങ്ങളും വളരെ കൂടുതലാണ്. പൊതുവെ ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടികളുടെ +2 പഠനത്തിന് ശേഷം അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ കോഴ്സാണ്. ബാച്ചലർ ഓഫ് ആർട്സ് BA കോഴ്സിൽ നിരവധി ഐച്ഛിക വിഷയങ്ങൾ അവർക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. BA കഴിഞ്ഞ കുട്ടികൾ അതിന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സായ MA കോഴ്സിലേക്ക് പോകാറുണ്ട്. ഹ്യൂമാനിറ്റീസിന്റെ ഭാഗമായി ഒട്ടനവധി ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ടീച്ചർ ജോബ്, advertising sales agent, technical writer, artist, counseling, event organizer, public relation manager, travel agent, lawyer, editor, museum worker, curator, FBI agent, interpreter or translator, genealogist, advertising manager, journalist, foreign correspondent, linguist. ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഹ്യൂമാനിറ്റീസിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം. BA കോഴ്സിന്റെ ഭാഗമായി നമുക്ക് ഡിഫറെന്റ് സബ്ജക്ട് ഓപ്റ്റ് ചെയ്യാം. Bachelor of Arts Anthropology, BA Archaeology, BA Economics, Geography, BA History, BA Law, BA Linguistics, every languages, BA Malayalam, English, Hindi, BA Politics, BA Psychology, BA Sociology, etc. ഇങ്ങനെ ഒട്ടനവധി ബാച്ചലർ ഓഫ് ആർട്സ് കോഴ്സുകൾ നമുക്ക് കാണാം. ഇതിന്റെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഹ്യൂമാനിറ്റീസിലെ വിവിധ വിഷയങ്ങളിൽ ഗ്രാജുവേഷൻ കോഴ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് ഡിഫൻസ് മേഖലയിൽ ഒട്ടനവധി അവസരങ്ങളുണ്ട്. പ്രത്യേകിച്ചിട്ട് ഇന്ത്യൻ ആർമിയിൽ, അതേപോലെ തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലും ഒട്ടനവധി തൊഴിലവസരങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നു. ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് അടുത്ത ജനറൽ ജോബ് കാറ്റഗറി വീഡിയോസ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അധ്യാപന അഭിരുചിയുള്ള ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ഹ്യൂമാനിറ്റീസ് പഠനത്തിന് ശേഷം വിവിധ മേഖലയിൽ അധ്യാപകരായിട്ട് മാറാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ചിട്ട് ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ സോഷ്യൽ സ്റ്റഡീസ് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരായിട്ട് മാറാം. ഒപ്പം ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റുകളുടെ ഹയർ സെക്കൻഡറി അധ്യാപകരായിട്ട് മാറാം. HSST എക്കണോമിക്സ്, HSST പൊളിറ്റിക്കൽ സയൻസ്, HSST ആന്ത്രോപോളജി, HSST history, HSST languages,
ഇങ്ങനെ വിവിധ വിഷയങ്ങളുടെ ഹയർ സെക്കൻഡറി അധ്യാപകരായിട്ട് അവർക്ക് മാറാം. ഒപ്പം കോളേജ് ക്ലാസ്സുകളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന തസ്തികയിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യാം. അവരുടെ കൺസേൺ സബ്ജക്റ്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി MA കഴിഞ്ഞതിനു ശേഷം NET നാഷണൽ ലെവൽ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ ഇന്ത്യയിലെ കോളേജുകളിൽ അവർക്ക് അതാത് വിഷയങ്ങളിൽ അധ്യാപകരായിട്ട് മാറാൻ വേണ്ടി പറ്റും. ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളുടെ മറ്റൊരു മേഖല റിസർച്ച് ഫീൽഡാണ്. പ്രധാനമായിട്ടും അവർ എടുത്ത ഐച്ഛിക വിഷയത്തിൽ ഇൻഡെപ്ത് സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ അവർക്ക് കഴിയും. ഡോക്ടറൽ ഫെലോ, പോസ്റ്റ് ഡോക്ടറൽ ഫെലോ ആയിട്ട് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവസരം അവർക്ക് ഉണ്ട്. ഹ്യൂമാനിറ്റീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എക്കണോമിക്സ്. BA എക്കണോമിക്സ്, BA ബിസിനസ് എക്കണോമിക്സ്, BA അപ്ലൈഡ് എക്കണോമിക്സ്, BA ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന വിവിധ കോഴ്സുകൾ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയ വ്യത്യസ്തമായ കോഴ്സുകളാണ്. ഇതിലൂടെ എക്കണോമിക്സിന്റെ വിവിധ മേഖലകളിൽ ജോലി സമ്പാദിക്കാൻ അവർക്ക് കഴിയും. ഇത്തരം കോഴ്സുകൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഹയർ കോഴ്സുകൾ കഴിഞ്ഞവർക്ക് സാധ്യതയുള്ള ജോലി ഓപ്പർച്യൂണിറ്റി എന്നത്, ജോബ് ഓപ്പർച്യൂണിറ്റി എന്നത് ഇന്ത്യൻ എക്കണോമിക് സർവീസ് IES, എക്കണോമിക് കൺസൾട്ടിംഗ്, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻസ്, പ്ലാനിംഗ് കമ്മീഷൻ, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, റിസർച്ച് ഓഫീസർ ഇൻ RBI, ബിസിനസ് മാനേജർ, ബാങ്ക് ഓഫീസർ, ബിസിനസ് ഫോർകാസ്റ്റർ, ക്രെഡിറ്റ് അനലിസ്റ്റ്, ലോൺ ഓഫീസർ, ഡെമോഗ്രാഫർ, റീജിയണൽ പ്ലാനർ, ഇൻഷുറൻസ് അനലിസ്റ്റ്, സ്റ്റാറ്റിഷ്യൻസ്, റിസർച്ച് അസിസ്റ്റന്റ്, പർച്ചേസിംഗ് ഏജന്റ്, ഡാറ്റ അനലിസ്റ്റ്, ഫിനാൻഷ്യൽ അനലിസ്റ്റ്, എക്കണോമിക് റിസർച്ച് അനലിസ്റ്റ്, ടീച്ചിംഗ് ജോബ്, എക്കണോമിക് അഡ്വൈസർ, മാർക്കറ്റിംഗ് റിസർച്ച് ഓഫീസർ, RBI റിസർച്ച് ഓഫീസർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസർ, ഓഫീസർ ഇൻ അഗ്രികൾച്ചർ ആൻഡ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ്സ്, എക്കണോമിക് ജേർണലിസ്റ്റ് എന്നിങ്ങനെ വിവിധ ജോലിയിലേക്ക് എക്കണോമിക്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പോകാൻ വേണ്ടി പറ്റും. ഹ്യൂമാനിറ്റീസിന്റെ ഓരോ വിഷയങ്ങളുടെയും അടിസ്ഥാനത്തിൽ അതത് മേഖലകളിൽ ജോലി സമ്പാദിക്കാൻ ഹ്യൂമാനിറ്റീസ് വിഷയം പഠിച്ചവർക്ക് കഴിയും. നേരത്തെ നമ്മൾ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട വിവിധ തൊഴിലവസരങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഓരോ വിഷയങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള മേഖലകളിൽ ഔട്ട്ഷൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. വിവിധ ലാംഗ്വേജ് പഠിച്ചവർക്ക് ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ, ഇന്റർപ്രറ്റർ എന്നീ തസ്തികകളും, ജേർണലിസം വിഷയം പഠിച്ചവർക്ക് വിവിധ ജോലികളായ കറസ്പോണ്ടന്റ്, കോളംനിസ്റ്റ്, ക്രിട്ടിക്സ്, സബ് എഡിറ്റർ എന്നീ ജോലികളും നമുക്ക് കാണാൻ കഴിയും. സൈക്കോളജി ഒരു പ്രധാനപ്പെട്ട വിഷയവുമാണ്. സൈക്കോളജിയുടെ വിവിധ തലങ്ങളിൽ പഠിച്ചുകൊണ്ട് കൗൺസിലറായും റിഹാബിലിറ്റേഷൻ ഓഫീസറായൊക്കെ നമുക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോഷ്യൽ വർക്ക് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കോഴ്സാണ്. ഇതിൻ്റെ ഏറ്റവും ഹയർ കോഴ്സാണ് MSW. ഇത് കഴിഞ്ഞാൽ ലേബർ വെൽഫെയർ ഓഫീസർ പോലുള്ള വിവിധ തസ്തികകൾ ലഭിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ക്രിമിനോളജിയുടെ പ്രാധാന്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടല്ലോ. ആന്ത്രപ്പോളജി പഠിച്ചുകൊണ്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലും വിവിധ എക്സവേഷൻസിലും നമുക്ക് ജോലി സമ്പാദിക്കാവുന്നതാണ്. പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ അനലിസ്റ്റായും പൊളിറ്റിക്കൽ അഡ്വൈസറായും യൂണിയൻ ലെജിസ്ലേച്ചറിലൊക്കെ നമുക്ക് തിളങ്ങാൻ പറ്റും. ജോഗ്രഫി പോലുള്ള വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് ടൗൺ പ്ലാനിങ്ങിലും സർവേ ഡിപ്പാർട്ട്മെൻറ്റിലും മാപ്പിംഗ് ജോലിയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓരോ സബ്ജക്റ്റിന്റെയും അടിസ്ഥാനത്തിൽ അവരുടെ മേഖലകളിലേക്ക് വിവിധ തൊഴിൽ സാധ്യതകൾ കാണാൻ വേണ്ടി കഴിയും. ഹ്യൂമാനിറ്റീസ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ടീച്ചിങ് ജോബ്
നേരത്തെ പ്രതിപാദിച്ചിരുന്നെങ്കിലും പ്രീ പ്രൈമറി, ലോവർ പ്രൈമറി, അപ്പർ പ്രൈമറി അധ്യാപകരുടെ തസ്തികകളുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ല. അവിടെയും ഹ്യൂമാനിറ്റീസുകാർക്ക് ചേരാൻ വേണ്ടി പറ്റും. ഒപ്പം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി നോക്കാനും ഇവർക്ക് കഴിയും. കലാപരമായ കഴിവുള്ള ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് അത്തരം മേഖലയിൽ നന്നായിട്ട് ശോഭിക്കാൻ വേണ്ടി പറ്റും. ഉദാഹരണത്തിന് ഫിലിം ഡയറക്ഷൻ, സിനിമാ മേഖലയിലെ വിവിധ ജോലികൾ, ഫോട്ടോഗ്രഫിയിലെ വിവിധ സാധ്യതകൾ, ഇവിടെയൊക്കെ ഷൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ കോഴ്സായ IAS പോലുള്ള കോഴ്സുകളിലേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത് ഹ്യൂമാനിറ്റീസ് പഠിച്ച വിദ്യാർത്ഥികൾക്കാണ്. കാരണം കറന്റ് അഫയേഴ്സിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്ന ഒരു മേഖല IAS ആയതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസ് വിഷയം പഠിച്ചവർക്ക് അത്തരം മേഖലയിലേക്ക് എളുപ്പത്തിൽ പോകാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന വിവിധ തൊഴിലുകളിൽ, പ്രത്യേകിച്ച് ലീഗൽ പ്രൊഫഷൻസ്, പോളിടെക്നിക് കോഴ്സുകൾ, ഡിസൈനർ കോഴ്സുകൾ, വിവിധ കമ്പ്യൂട്ടർ കോഴ്സുകൾ, ഇത്തരം ഭാഗങ്ങളിലൊക്കെ ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് തന്നെ ജനറൽ ജോബ് കാറ്റഗറിയുടെ വീഡിയോ കൂടി ഹ്യൂമാനിറ്റീസ് സ്റ്റുഡൻസ് കാണേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് അഭിരുചിയുള്ള ഏറ്റവും നല്ല ജോബ് ചൂസ് ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.